നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് അറബിക്കടലിൽ വീണ്ടും ചരക്ക് കപ്പലിൽ തീപിടുത്തം. ഇപ്പോൾ കടലിൽ കപ്പൽ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ കേരളം കുറച്ചാഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ കത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപകടം കപ്പലിന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴിതാ വീണ്ടും കേരള തീരത്തുള്ള ജനങ്ങളെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടാകുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ വേഗത്തിലുള്ള ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് സഞ്ചരിക്കവേ അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ പതാകയുള്ള MV ഇൻട്രീഷ്യ ടെനാസിറ്റി എന്ന ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഒന്നിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിലൂടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഇന്നലെ രാവിലെ 8:40 കപ്പലിലെ ഡെക്കിൽ സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറിൽ തീ പിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നീടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ്ഷോർ കപ്പലായ സച്ചേതിനെ രക്ഷാദൌത്യത്തിനായി നിയോഗിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിനായി നിയോഗിച്ചു. എന്നാൽ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായെന്ന് മാസ്റ്റർ പിന്നീട് കോസ്റ്റ് ഗാർഡിനെ അറിയിക്കുകയായിരുന്നു. കൂടുതൽ സഹായം ആവശ്യമില്ലെന്നും വ്യക്തമാക്കി. കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കപ്പലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്നാണ് പുറപ്പെട്ട കപ്പലിൽ 1387 കണ്ടെയ്നറുകളും 25 ഫിലിപ്പീൻസ് സ്വദേശികളായ ജീവനക്കാരും ഉണ്ടായിരുന്നു. LED ലിഥിയം ബാറ്ററികളാണ് കപ്പലിലുള്ളത് എന്നാണ് വിവരം. അത് അതിമാരകമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഥിയം ബാറ്ററി ഒക്കെ കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ പരന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. വിവരം ലഭിച്ച ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ്ഷോർ പട്രോൾ വെസലായ ICGS സഞ്ചേതാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ ആരംഭിച്ചത്. ആകാശ നിരീക്ഷണത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ജൂൺ 8 പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട് നാളെ മുംബൈയിൽ എത്തേണ്ട കപ്പലാണിത്. 20 ദിവസത്തിനുള്ളിൽ 3ാമത്തെ കപ്പലിലാണ് ഇപ്പോൾ കേരള തീരത്ത് വെച്ച് തീ പിടിക്കുന്നത്. ഇതേറെ ആശങ്ക ഉയർത്തുന്നുണ്ട്. മെയ് 25 ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MS എൽസ 3 കപ്പലിലെ ഇന്ധനമടക്കം നീക്കം ചെയ്യാനുള്ള ജോലികൾ അവിടെ നടന്നു വരികയാണ്. അതിനിടെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ജൂൺ 9 കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് വാൻഹൈ 503 എന്ന കപ്പലിന് തീ പിടിക്കുന്നത്. കപ്പലിൽ തീ ഇതുവരെ പൂർണ്ണമായി അണച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണ്. കപ്പൽ പുറംകടലിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ കടലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കരയിലെ തീ അണയ്ക്കുന്നത് പോലെയല്ല കടലിൽ വെച്ചൊരു കപ്പലിലെ തീ പിടിക്കുമ്പോൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ. കപ്പൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുകടലാണ്. ശക്തമായ കാറ്റുമുണ്ടാകും. തീ വ്യാപിക്കുന്നത് സമീപത്തേക്ക് ഹെലികോപ്റ്റർ കൊണ്ടുപോകുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും. പിന്നെ ഒരു ഹെലികോപ്റ്റർ പരിമിതമായ അളവിൽ മാത്രമേ വെള്ളമോ ഫോമോ കൊണ്ടുപോകാൻ സാധിക്കൂ. അത് ഗുണം ചെയ്യില്ല. ഹെലികോപ്റ്ററിനേക്കാൾ വിമാനത്തിൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതൊരു സ്ഥലത്ത് നിർത്തി തീ കെടുത്തുന്നതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ജീവനക്കാരെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. ആളുകൾ കടലിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി മാത്രമല്ല മരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പൊള്ളലേറ്റു മരിക്കുന്നവരും നിരവധിയാണ്. സ്വാഭാവികമായും കപ്പലിനും അതിലെ ചരക്കിനും ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാവും. അത് പൂർണ്ണമായി കത്തിപ്പോയാലും തുക കമ്പനിക്ക് കിട്ടും. കടലിൽ തന്നെ കത്തി നശിച്ചാലും കുഴപ്പമില്ല. കടലിൽ കത്തി തീരുകയാണ് ആ കപ്പൽ, അത് പൂർണ്ണമായി കടലിനടിയിലാകും. കടലിലെ മലിനീകരണത്തിന്റെ അളവ് കൂടുകയാണ്. പക്ഷെ പൂർണ്ണമായി കത്തി തീർന്ന ഒരു കപ്പൽ വലിയ മലിനീകരണം ഉണ്ടാക്കില്ലെന്ന് വിശ്വസിക്കാം. അതിൽ ഒരുപാട് എണ്ണ കണ്ടെയ്നറുകളുണ്ട്. അവ കടലിന്റെ ഉപരിതലത്തിൽ തന്നെ നിൽക്കും. മത്സ്യങ്ങൾ അതിലും എത്രയോ താഴെയാണ് വസിക്കുന്നത്. എണ്ണ പടരുന്ന സ്ഥലത്ത് നിന്ന് മത്സ്യങ്ങൾ പലായനം ചെയ്യും. ഈ തീപിടുത്തം സംഭവിച്ചതിന്റെ പരിസരത്ത് ഒരു മീൻ പോലും കാണില്ല.